ഗസയിൽ പട്ടിണിക്കൊലയിൽ മരണം 122 24 മണിക്കൂറിനിടെ വിശന്നു മരിച്ചത് 9 പേരാണ്. ഗസയിൽ അടിയന്തര സഹായം വൈകരുതെന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചു. ഇതിനെതിരെ അമേരിക്കയും ഇസ്രായേലും രംഗത്ത്. ദോഹയിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും സംഘത്തെ തിരിച്ചുവിളിച്ചെങ്കിലും വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതായി ഖത്തറും ഈജിപ്തും അറിയിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളുമായി ആണവ ചർച്ച ഇറാൻ പുനരാരംഭിച്ചു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ്. ഗസയിൽ പട്ടിണി മരണം 122 ഈ ഒരു 24 മണിക്കൂർ മാത്രം നോക്കുകയാണെങ്കിൽ 9 പേർ വിശന്നു മരിച്ചു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും നടപടി ഇതിനെതിരായി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാമോ? ലോകരാജ്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അവിടുത്തെ വലിയ തോതിലുള്ള സമ്മർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ യൂറോപ്യൻ നഗരങ്ങളിലും അറബ് രാജ്യങ്ങളിലുമൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. കാരണം ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഒരു മാനുഷിക സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട ഒരു ജനത നിരന്തരമായിട്ട് പട്ടിണി മരണത്തിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ, ആധികാരികമായിട്ടുള്ള രേഖകൾ, അതോടൊപ്പം തന്നെ മരണസംഖ്യ കുത്തനുയരുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് ഭക്ഷ്യവസ്തുക്കളും മറ്റും എല്ലാ ഭാഗങ്ങളിലൂടെയും ഗസയിൽ എത്തിക്കണമെന്നൊരു ആവശ്യം ശക്തമായിട്ട് ഉയരുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാനുള്ള ഒരു പ്രേരണ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് മേൽ ഇനിയും ഉണ്ടായിട്ടില്ല. കാരണം ഇന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്, കാരണം ഈ ഹമാസ് ആണ്, അവരുടെ നിലപാടാണ് ഈ ചർച്ചയ്ക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ നിന്ന് അമേരിക്ക പിൻവലിയുകയാണ്. ഹമാസിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ ഈ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു സാഹചര്യമില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില ഇടപെടലുകൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാകും എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഗസയിലെ ഈ ആക്രമണം അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് എല്ലാ അർത്ഥത്തിൽ നിർബാധം ഭക്ഷ്യ ധാന്യങ്ങളും അതോടൊപ്പം തന്നെ മരുന്ന്, വെള്ളം ഉൾപ്പെടെയുള്ളവ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ വേണമെന്നാണ് ഈ രാജ്യങ്ങളൊക്കെയും ആവശ്യപ്പെടുന്നത്. UN ഭാഗത്തുനിന്നും വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ UN ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. കാരണം 90,000-ത്തിലധികം ജനങ്ങൾ വളരെ കൊടും പട്ടിണിയുടെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 1/3 ജനതയെ സംബന്ധിച്ചിടത്തോളം നിത്യവും പിന്നിട്ട ദിവസങ്ങളിൽ ഒരു നേരം പോലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലൂടെ അവർ കഴിയുകയാണ്. അതിൽ കുട്ടികളുടെ അവസ്ഥയാണ് ഏറ്റവും ദയനീയം. ഇപ്പം 122 പേർ മരണപ്പെട്ടതിൽ നല്ലൊരു പങ്കും കുട്ടികൾ തന്നെയാണ്. ആവശ്യമായിട്ടുള്ള പോഷകാഹാരം ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് ഇനിയും മരണത്തെ അഭിമുഖീകരിച്ച് ഈ ഗസയുടെ. ഇപ്പോഴും ഈ ഭക്ഷണ വിതരണം അത് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഇതുവഴി തന്നെയാണോ ഇപ്പോഴും നടക്കുന്നത്? അവിടെ തീർച്ചയായിട്ടും, കാരണം യുനെർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് പൂർണ്ണമായിട്ടും വിലക്കേർപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ യുനെർവയുടെയും അന്തർദേശീയ സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകർക്ക്, അതുമായി ബന്ധപ്പെട്ട ജോലിക്കാർക്ക് വിസ നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഇത് കൊണ്ടുവരികയായിരുന്നു. നേരത്തെ അമൃതയുടെ 40ഓളം കേന്ദ്രങ്ങളായിരുന്നു യുനെർവയ്ക്ക് ചുവടെ ഈ ഭക്ഷ്യവിതരണത്തിന് വേണ്ടി വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും മധ്യ ഗസയിലും ആയി രൂപപ്പെട്ടിരുന്നത്. അതാണിപ്പോൾ ആദ്യം 4ലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 2-3 കേന്ദ്രങ്ങൾ മാത്രമാണ് ഈ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ മരണ കേന്ദ്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നത്. അവിടേക്ക് വരുന്നവർക്ക് നേരെയാണിപ്പോൾ വെടിവെപ്പുകൾ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടക്കുകയും 1200-ലധികം പേരെയാണ്, അതിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ അവരെ കൊന്നൊടുക്കിയത്. ഇന്ന് മാത്രം 6 പേരെയാണ് ഈ അർത്ഥത്തിൽ ഭക്ഷണം തേടി വന്ന വിശന്ന് മരിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് നേരെ വെടിവെപ്പ് നടത്തുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മരണകേന്ദ്രമായിട്ട് ഈ ഒരു സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് അടിയന്തരമായിട്ട് തടയിടണമെന്നും വീണ്ടും യുനെർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് അന്തർദേശീയ സംവിധാനങ്ങളിലേക്ക് ഈ ഭക്ഷ്യവിതരണം കുറ്റമറ്റ രീതിയിൽ മാറ്റണമെന്നൊരു അഭിപ്രായവും ആവശ്യവും അന്തർദേശീയ സമൂഹം ഉയർത്തുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം പോലും ഇനിയും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ
കൃത്യമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നത് ഈ വംശഹത്യ അതിൻ്റെ ക്രൂരമായിട്ടുള്ള അവസ്ഥയിൽ തുടരുക, ഗസയെ പൂർണ്ണമായിട്ടും ഈ ഫലസ്തീൻ വിമുക്തമാക്കുക, ഗസയിലെ പിന്നെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് പറ്റുമെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് മാത്രം അതിനെ നിലനിർത്തുക, ബാക്കി എല്ലാ ഗസക്കാരെയും അവിടെ നിന്ന് ആട്ടിയോടിക്കുക, അവരെ കൊന്നൊടുക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു വംശീയ ഉന്മൂലന പദ്ധതി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് അമേരിക്കയുടെ പൂർണ്ണ അനുഗ്രഹാശിസ്സുകൾ ഉണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ സമീപകാലത്തുള്ള ട്രംപിന്റെയും അതോടൊപ്പം തന്നെ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങൾ കൂടി തെളിയിക്കുന്നത്. നാസർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും ദോഹയിൽ നിന്നുള്ള സംഘത്തെയൊക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ അവസാനിച്ചു എന്നാണോ കരുതേണ്ടത്, അതല്ല ഇപ്പോഴും അത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? അവിടുത്തെ ഏതാണ്ട് 3 ആഴ്ചക്കാലമാണ് അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെയും സംഘം ദോഹയിൽ തങ്ങിയത്. കാരണം ചർച്ച തുടക്ക സമയത്തൊക്കെ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ചില നിർദ്ദേശങ്ങൾ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ രൂപപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പിന്നെ വലിയ പുരോഗതി ആ ചർച്ചയിൽ രൂപപ്പെട്ടിരുന്നു. മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും വലിയ പ്രതീക്ഷ അതിൽ പ്രകടിപ്പിച്ചു. ട്രംപ് തന്നെയും അടുത്ത ആഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള പ്രതികരണം നടത്തി. പക്ഷേ പൊടുന്നനെയാണ് ഒരു മലക്കമറിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഹമാസ് അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നിലപാട് മാത്രം അവർ കൈക്കൊണ്ടു. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഈ 20-ലധികം വരുന്ന ബന്ദികളെ പിന്നെ ഒരുമിച്ച് തന്നെ തങ്ങൾ വിട്ടയക്കാം. പക്ഷേ വേണ്ടത് പൂർണ്ണമായിട്ടുള്ളൊരു യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഉറപ്പ് ഈ താൽക്കാലിക വെടിനിർത്തൽ വേളയിൽ നൽകേണ്ടതുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒരു കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ല. കാരണം താൽക്കാലിക വെടിനിർത്തൽ 2 മാസം നീണ്ടു നിൽക്കും. അതിനിടയിൽ പൂർണ്ണമായിട്ടും ബന്ദികളുടെ കൈമാറ്റം നടക്കണം. തുടർന്ന് വീണ്ടും ആക്രമണം നടത്തി ഈ ഗസാദിവാസികൾക്കെതിരെ ആ വംശഹത്യ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നൊരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക ലക്ഷ്യം തന്നെയായിരുന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗസയിലുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പൂർണ്ണ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടത്. പക്ഷെ അത് ഒരു വലിയ പാതകമായിട്ട് വിലയിരുത്തുകയും അങ്ങനെയാണ് ഈ ചർച്ച പരാജയപ്പെട്ടത് എന്ന് ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഖത്തറും ഈജിപ്തും അറിയിച്ചിരിക്കുന്നത് ഈ സംഘങ്ങളെ അമേരിക്കയും ഇസ്രായേലും തിരികെ വിളിച്ചുവെങ്കിൽ പോലും അനൗപചാരിക സ്വഭാവത്തിൽ ഇപ്പോൾ പോലും ചർച്ചകൾ തുടരുന്നുണ്ട്. ഹമാസ് ഔദ്യോഗികമായി തങ്ങളുടെ പുതിയ നിർദ്ദേശം മുന്നോട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഇനിയും പ്രതീക്ഷയുണ്ട് എന്ന ഒരു പ്രതികരണമാണ് ഖത്തറിൻ്റെയും അതോടൊപ്പം തന്നെ ഈജിപ്തിൻ്റെയും ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടായിട്ടില്ല. അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചർച്ച ഒരുപക്ഷെ അധികം വൈകാതെ കുറെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടുമില്ല. അമൃത. നാസർ, മറ്റൊരു കാര്യം, ഈ ഫ്രാൻസിന്റെ നിലപാട് തന്നെയാണ്. നമുക്കറിയാം, ഈ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഇസ്രായേൽ കാണുന്നത്? അവിടെ തീർച്ചയായിട്ടും സെപ്റ്റംബറിലാണ് UN-ന്റെ പൊതുസഭാ സമ്മേളനം നടക്കാൻ പോകുന്നത്. വാർഷികമായിട്ടുള്ള ആ ഒരു പൊതുസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഈ ഫലസ്തീന് പൂർണ്ണമായിട്ടുള്ള ഒരു രാഷ്ട്ര പദവി നൽകുമെന്നൊരു പ്രഖ്യാപനമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ G7 രാജ്യങ്ങളിലെ ബ്രിട്ടൻ അത്തരമൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റ് ഈ വൻശക്തി രാജ്യങ്ങളെ ബാധിക്കും. അതുകൊണ്ടാണ് ട്രംപ് വളരെ ശക്തമായി തന്നെ ആ ഒരു നീക്കത്തിനെതിരെ ഇമ്മാനുവൽ മാക്രോണിന്റെ ആ നിലപാട് ശരിയല്ല എന്ന അർത്ഥത്തിൽ ട്രംപ് ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലും അത്തരമൊരു നീക്കം പിന്നെ കൂടുതൽ ഈ ആപൽക്കരമായിട്ടുള്ള ഹമാസിന് കുറെ കൂടി കയ്യൊപ്പ് ചാർത്തുന്നതിന് തുല്യമായിരിക്കും. അത്തരമൊരു നീക്കത്തിൽ നിന്ന് ഫ്രാൻസ് വിട്ടുനിൽക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഫ്രാൻസ് ആ നീക്കവുമായിട്ട് മുന്നോട്ട് പോകും. സമാനമായിട്ടുള്ള ചില നടപടികൾ തങ്ങളും സ്വീകരിക്കുമെന്നാണ് ബ്രിട്ടൻ അറിയിച്ചിരിക്കുന്നത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നത് ഇനിയും വൈകുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ അപകടകരമാക്കി മാറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുകയും അങ്ങനെ ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ അതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന ഒരു തീർപ്പിലേക്കാണ് ഇപ്പോൾ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അമേരിക്ക വളരെ ശക്തമായി തന്നെ അത്തരം നീക്കത്തെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്കയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇസ്രായേലും ഈ ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാര ഫോർമുലക്കെതിരെ നേരത്തെ മുതൽ തന്നെ ഇസ്രായേൽ വളരെ കണിശമായിട്ടുള്ള
ശക്തമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. അറബ് രാജ്യങ്ങൾ പോലും ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ UN-ലും പുറത്തുമൊക്കെ അതിനെ തകർക്കുന്ന, അതിനെ നയതന്ത്ര തലത്തിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചു വരുന്നത്. അത് തന്നെയായിരിക്കും ഇനിയും അങ്ങോട്ടുണ്ടാകുക. പക്ഷേ ഫ്രാൻസ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനം ഫലസ്തീൻ രാഷ്ട്രം എന്ന, അല്ലെങ്കിൽ ഫലസ്തീൻ സ്വത്വം എന്ന അതിനോടുള്ള ഒരു വലിയ ഐക്യദാർഢ്യമായിട്ടാണ് മാറുന്നത്. മറ്റ് രാഷ്ട്രങ്ങളുടെ നിലപാടുകൾ കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനമായി, ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനമായിട്ട്, ഒരു നിർബന്ധിത ആവശ്യമായിട്ട് ഇത് പരിണമിക്കുമെന്ന ഒരു പ്രത്യാശ ബാക്കി നിൽക്കുന്നുണ്ട്. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് ഖത്തർ. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ സുപ്രധാന ചുവടാണ് ഫ്രഞ്ച് നീക്കമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സമവായ ശ്രമങ്ങളുടെ പ്രതിഫലനമാണ് പ്രസ്താവന എന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രഖ്യാപനത്തെ കുവൈത്ത് സ്വാഗതം ചെയ്തു. മാക്രോണിന്റെ സുപ്രധാന തീരുമാനത്തെ കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ പ്രശംസിച്ചു. 1967 അതിർത്തികൾ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറൂസലേമിലെ തലസ്ഥാനമാക്കി ഫലസ്തീൻ രാജ്യം സ്ഥാപിക്കാനും ഫലസ്തീനികൾക്ക് സ്വയം നിർണയാവകാശം ഉറപ്പാക്കാനും മാക്രോണിന്റെ പ്രഖ്യാപനം സഹായിക്കുമെന്നും കുവൈത്ത് വ്യക്തമാക്കി. ഫലസ്തീൻ പ്രശ്നത്തിൽ നീതി ഉറപ്പാക്കുന്ന സമാധാന പരിഹാരത്തിന് മറ്റ് രാജ്യങ്ങളും പിന്തുണ നൽകണമെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തു. UAE-യിൽ അസ്ഥിര കാലാവസ്ഥയ്ക്ക് പിന്നാലെ ചൂട് കുറയുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ താപനിലയിൽ 4 മുതൽ 5 ഡിഗ്രി വരെ കുറവുണ്ടാകുമെന്നും പിന്നീട് വീണ്ടും ഉയരുമെന്നുമാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും കടുത്ത പൊടിക്കാറ്റും വേനൽ മഴയുമാണ് അനുഭവപ്പെട്ടത്. പിന്നാലെയാണ് താപനിലയിലെ കുറവ്. അതേസമയം വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാജ്യത്ത് വീണ്ടും വേനൽ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. UAE-യിൽ കടുത്ത ചൂടിനിടെ അല്ലൈനിൽ ഇന്ന് അനുഭവപ്പെട്ടത് കനത്ത മഴ. അൽ ഹിയാർ മേഖലകളിലാണ് ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടത്. അടുത്ത 2 ദിവസങ്ങളിൽ രാജ്യത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ രാജ്യത്ത് ചൂട് കുറയുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വ്യാജ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയ ആൾക്കെതിരെ നടപടി കുരുങ്ങി സൗദി കാലാവസ്ഥാ കേന്ദ്രം. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ അതിശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇദ്ദേഹം സമൂഹമാധ്യമങ്ങൾ വഴി പങ്കുവച്ചത്. ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന വ്യാജ അറിയിപ്പുകൾ പ്രചരിപ്പിക്കരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ഗുരുതരമായ കാലാവസ്ഥാ മാറ്റത്തിന് സാധ്യതയുള്ളതായി പ്രവചനം നടത്തുകയും അത് സമൂഹമാധ്യമങ്ങൾ വഴി പങ്കുവെക്കുകയും ചെയ്ത ആൾക്കെതിരെയാണ് നടപടി. വിവരങ്ങൾ നൽകിയ വ്യക്തിയുടെ യോഗ്യതയും വ്യക്തിത്വവും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയതായി സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച മുതൽ മദീന മേഖലയിൽ കടുത്ത ഇടിമിന്നലോടുകൂടിയ അതിതീവ്ര മഴക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുള്ളതായാണ് വ്യക്തി തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടിൽ മുന്നറിയിപ്പ് നൽകിയത്. പൊതുസമൂഹത്തെ പരിഭ്രാന്തരാക്കുന്ന ഇത്തരം വ്യാജ അറിയിപ്പുകൾ സമൂഹമാധ്യമങ്ങൾ വഴി പങ്കുവെക്കുന്നത് ഗുരുതരമായ കുറ്റമായി പരിഗണിക്കും. കാലാവസ്ഥാ അറിയിപ്പുകൾ യഥാർത്ഥ ഉറവിടങ്ങളിൽ നിന്നുള്ളത് മാത്രം സ്വീകരിക്കാൻ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. കുവൈറ്റ് ഗോവ നേരിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ജൂലൈ 31 മുതൽ നിർത്തുന്നു. മെയ് മാസത്തിലാണ് ഗോവ സർവീസ് ആരംഭിച്ചത്. നേരിട്ട് യാത്ര ചെയ്യാനായിരുന്ന പ്രവാസികൾക്ക് ഇനി ദീർഘനേരം ലേ ഓവറുകളോടെ യാത്ര ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. സർവീസ് നിർത്തലാക്കാനുള്ള തീരുമാനം പ്രവാസികളിൽ വലിയ നിരാശയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായി എയർ കണക്ടിവിറ്റി ശക്തിപ്പെടുത്താൻ കുവൈത്ത് ഒപ്പുവച്ച ധാരണാപത്രം നിലവിൽ വരുന്നതിനിടയിലാണ് എയർ ഇന്ത്യ സർവീസ് പിൻവലിക്കുന്നത്. വിമാന സർവീസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രവാസി സംഘടനകൾ രംഗത്തുവന്നു. കുവൈത്തിൽ ഫാർമസി നിയമലംഘനങ്ങളെ തുടർന്ന് 20 ഫാർമസികൾ അടച്ചുപൂട്ടി. ആരോഗ്യ വാണിജ്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നടപടി. ലൈസൻസ് ഇല്ലാത്തവരാൽ പ്രവർത്തിപ്പിക്കൽ, നിയമവിരുദ്ധ കൈമാറ്റം തുടങ്ങിയ ഗുരുതരമായ ചട്ടലംഘനങ്ങളാണ് കണ്ടെത്തിയത്. 2023 ആരംഭിച്ച സംയുക്ത പരിശോധനാ സംഘം ഇതുവരെ 60 ഫാർമസികൾ അടച്ചുപൂട്ടി. നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാഷ്ട്രങ്ങളുടെ ആഗോള പട്ടികയിൽ ഇടം പിടിച്ച് ഖത്തർ. 3ാമതാണ് ഖത്തറിന്റെ സ്ഥാനം. 5 ഗൾഫ് രാഷ്ട്രങ്ങൾ പട്ടികയിലെ ആദ്യ 15-ൽ ഇടം പിടിച്ചു. ഓൺലൈൻ ഡാറ്റാബേസ് സ്ഥാപനമായ നംബിയോ തയ്യാറാക്കിയ സുരക്ഷാ സൂചികയിലാണ്
ഖത്തർ ഏറ്റവും സുരക്ഷിതമായ 3 രാഷ്ട്രങ്ങളിൽ ഇടം പിടിച്ചത്. കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും ഉയർന്ന സുരക്ഷാ നിലവാരവുമാണ് ഖത്തറിന്റെ നേട്ടത്തിനു പിന്നിൽ. 148 രാഷ്ട്രങ്ങളിൽ നടത്തിയ സർവേയിൽ 84.6 ഖത്തറിന്റെ സ്കോർ. UAE, അൻഡോറ എന്നിവയാണ് ആദ്യ 3 മറ്റു രാഷ്ട്രങ്ങൾ. പൊതുസ്ഥലങ്ങളിലെ അതിക്രമം, വിവേചനങ്ങൾ, കവർച്ച, ലൈംഗിക പീഡനം, സ്വത്തു തർക്കങ്ങൾ തുടങ്ങി വിവിധ തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വിവര ശേഖരണത്തിൽ നിന്നാണ് നമ്പിയോ സൂചിക തയ്യാറാക്കുന്നത്. താമസക്കാരും സന്ദർശകരും നൽകുന്ന വിവരങ്ങളാണ് പ്രധാനമായും പരിഗണിക്കുക. പട്ടികയിൽ ആദ്യ 15 സ്ഥാനങ്ങളിൽ ഖത്തറിനും UAEക്കും പുറമെ ഒമാൻ, സൗദി അറേബ്യ, ബഹ്റൈൻ എന്നീ ഗൾഫ് രാഷ്ട്രങ്ങളും ഇടം പിടിച്ചു. നമ്പിയോയുടെ ജീവിത നിലവാര സൂചികയിൽ 16ാമതാണ് ഖത്തറിന്റെ സ്ഥാനം. മീഡിയ 1, ദോഹ. കുവൈത്തിൽ നിയമലംഘകർക്കെതിരെ പരിശോധന ശക്തമാക്കുന്നു. ജഹ്റ, ജലീബ്, മഹ്ബൂല തുടങ്ങിയ പ്രദേശങ്ങളിൽ നടന്ന വ്യാപക പരിശോധനയിൽ 192 പേർ പിടിയിലായി. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹിന്റെ നിർദ്ദേശപ്രകാരം ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് റെയ്ഡുകൾക്ക് നേതൃത്വം നൽകി. തൊഴിലാളികളും തൊഴിലുടമകളും തൊഴിൽ താമസ നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. എൻട്രൻസ് കോച്ചിംഗ് വിദ്യാർത്ഥിനിയായ ഏകമകളുടെ ദുരൂഹ മരണത്തിൽ 4 വർഷമായി നീതി തേടി അലയുകയാണ് സൗദിയിലെ ദമാമിൽ പ്രവാസിയായ ഒരു പിതാവ്. 4 വർഷം മുൻപ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഐറിന്റെ പിതാവ് റോയിയാണ് മകളുടെ അകാല വേർപാടിന്റെ വേദനയിലും നീതിക്കായി കാത്തിരിക്കുന്നത്. തന്റെ ബന്ധുക്കളും പ്രതികളെന്ന് സംശയിക്കുന്നവരുമായ കുറ്റവാളികളെ ചോദ്യം ചെയ്യാനോ കുറ്റപത്രം സമർപ്പിക്കാനോ പോലീസും അധികാരികളും ഇതുവരെ തയ്യാറായില്ല. ഒടുവിൽ പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഹൈക്കോടതി വിധി കരസ്ഥമാക്കിയിട്ടും പോലീസ് ഒളിച്ചുകളി തുടരുന്നതായും ഈ പിതാവ് പരാതി ഉന്നയിക്കുന്നു. പ്രതികൾക്ക് ഭരണതലത്തിലും ഉന്നത രാഷ്ട്രീയ പാർട്ടി ബന്ധങ്ങളിലുമുള്ള സ്വാധീനമാണ് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും റോയ് പറയുന്നു. റോയിയുടെ മകൾ ഐറിൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ട് 4 വർഷമായി. മകളുടെ കൊലപാതകത്തിന് കാരണക്കാരായ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം മുട്ടാത്ത വാതിലുകൾ ഇല്ല. പ്രവാസത്തിന്റെ തിരക്കുകൾക്കിടയിലും മകളുടെ ഘാതകരെ എന്നെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ പിതാവ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. 2021 ഓഗസ്റ്റ് 5-ാം തീയതി സംഭവം നടക്കണേ. അന്ന് തുടങ്ങി ഞാൻ ഇവരുടെ പിന്നാലങ്ങൾ നടക്കണതാണ് ഈ കേസ് എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലെത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ യാതൊരു സപ്പോർട്ടൊന്നുമില്ല. പോലീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് അന്വേഷണം നടക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ ആരൊക്കെ ഇൻഫ്ലുവൻസിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭിച്ചിട്ട് 4 മാസമായി. എന്നിട്ടും പ്രതികളെ കണ്ടെത്താനോ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. അവർ പറയും അത് അവിടെ ഇവിടെ ഇല്ല, അവിടെയാണ് ഇവിടെയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പുള്ളിക്കാരത്ത് ഓൾറെഡി മണിപ്പാലിലുണ്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ പോലീസ് വേണ്ട രീതിയിൽ അവർ യാതൊരു സപ്പോർട്ടും, കാരണം അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവില്ല. അത് അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ലല്ലോ ഇത്രയും മാസങ്ങളായിട്ട്. ഇപ്പോൾ ഹൈക്കോടതി വീണ്ടും വീണ്ടും ഹൈക്കോടതിയിൽ വീണ്ടും ഇത് റിവ്യൂ ഹർജി കൊടുക്കാനുള്ള പരിപാടികളാണ്. കാരണം ഇതെന്താണ് ഇവർ ചെയ്യാത്തത്, യാതൊരു സപ്പോർട്ടും നൽകുന്നില്ല. കാരണം അവൾ UK കടന്നെന്ന് പറഞ്ഞു. കാരണം അവർക്ക് എന്തുകൊണ്ട് അവർ ആക്ഷൻ എടുക്കുന്നില്ല, എന്തുകൊണ്ട് അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത്. കാരണം അവർക്ക് ഈ പെൺകുട്ടിക്ക് ആൾക്കറിയാം അവൾ ഓൾറെഡി പ്രതിയാണെന്ന്. കാരണം അവൾ ഇൻവോൾവ് ആണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. മരണസമയത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസും പ്രതികളും ചേർന്ന് നശിപ്പിച്ചെന്നും റോയി ആരോപിക്കുന്നു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ നുണപരിശോധന ആവശ്യപ്പെട്ട് ഹർജി നൽകേണ്ടി വന്നതെന്നും ഇദ്ദേഹം വിശദീകരിച്ചു. പോലീസ് എന്താണെന്ന് വെച്ചാൽ പോലീസ് എന്തോ ഭയക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇതിനകത്ത് എന്തോ രാഷ്ട്രീയമായിട്ട് ഇടപെടലൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ. പിന്നെ ഈ വ്യക്തിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംശയിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞില്ല, സംശയിക്കല്ല, യഥാർത്ഥത്തിൽ പുള്ളിക്കാരത്ത് ചെയ്ത് തന്നെയാണ്. പക്ഷെ നമുക്കിനി ഒരു കൃത്യമായ ഇത് അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ സംശയിക്കുന്നു പറയുന്നത് മാത്രം. പക്ഷേ പുള്ളിക്കാരത്തേക്ക് വേണ്ടി ഇവരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് കേസുകൾ അവർ സപ്പോർട്ട് ചെയ്യുന്നു. പോലീസും അതെ, രാഷ്ട്രീയക്കാരും ഒരുപാട് ഭരണകക്ഷി തന്നെയുള്ള പല ആൾക്കാരും ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അവരുടെ പേരുകളൊക്കെ അറിയാം, ഞാനിപ്പോൾ ഉൾപ്പെടുന്നത് ശരിയല്ല. ഓക്കെ, ഇവരൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ നീട്ടിയിട്ട് കൊണ്ടുപോകും. കാരണം ഇത് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് അവർക്ക് പിടിക്കാവുന്ന ഒരു കേസാണ്. നിയമ പോരാട്ടത്തിനിടെ തുണയായി ഉണ്ടായിരുന്ന ഭാര്യ അസുഖബാധിതയായി 1 വർഷം മുമ്പ് മരണപ്പെട്ടു. കോളേജിൽ പഠിക്കുന്ന ഐറിന്റെ ഏക സഹോദരൻ മാത്രമാണ് ഇപ്പോൾ റോയിക്ക് ഈ രംഗത്ത് കൂട്ടായുള്ളത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ദുബൈയിൽ അന്താരാഷ്ട്ര കുറ്റവാളികൾ പിടിയിൽ. മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതര നിയമലംഘനങ്ങൾ നടത്തിയ 2 പേരാണ് ദുബൈ പോലീസിന്റെ പിടിയിലായത്. ഇന്റർപോൾ പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയവരാണ് ഇരുവരും. പ്രതികളെ ഫ്രാൻസിന് കൈമാറിയതായി ദുബൈ പോലീസ് അറിയിച്ചു. കുവൈത്തിൽ വീട്ടുപകരണങ്ങളിൽ ഒളിപ്പിച്ച സിഗരറ്റുകൾ പിടികൂടി. അബ്ദാലി അതിർത്തിയിലാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വൻ കള്ളക്കടത്ത് ശ്രമം തകർത്തത്. വീട്ടുപകരണങ്ങളിൽ ഒളിപ്പിച്ച നിലയിൽ വലിയ അളവിൽ സിഗരറ്റുകളാണ് പിടികൂടിയത്. കുവൈത്തിൽ ലഭ്യമാകുന്ന സിഗരറ്റുകൾ അയൽ രാജ്യങ്ങളിലേക്ക് കടത്താനുള്ള ശ്രമമായിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കസ്റ്റംസ് വകുപ്പ് നടത്തുന്ന നിരന്തര പരിശോധനയുടെ ഭാഗമായാണ് ഇടപെടൽ.
ഒമാനിലെ ജബൽ അക്തറിലെ റോസ് കൃഷിയുടെ വിപുലീകരണത്തിന് പദ്ധതിയുമായി കൃഷി മന്ത്രാലയം 1,50,000 റിയാൽ ചെലവിൽ റോസ് കൃഷിക്കായി മൂല്യവർദ്ധിത പദ്ധതിയാണ് ആരംഭിക്കുന്നത്. റോസ് കർഷകരെ ശാക്തീകരിക്കുന്നതിനും ഉൽപ്പന്ന ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സുൽത്താനിലെ പ്രധാന റോസ് കൃഷി മേഖലയാണ് ജബൽ അക്തർ. റോസ് കൃഷിയുടെ ഏകീകരണവും സുസ്ഥിര കാർഷിക രീതികൾ ഉറപ്പാക്കുന്നതിനുമാണ് കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. റോസ് കർഷകരെ ശാക്തീകരിക്കുന്നതിനും ഉൽപ്പന്ന ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജബൽ അക്തറിൽ 10 ഏക്കറിലായി 6300-ലധികം റോസ് ചെടികളുണ്ട്. 350-ലധികം റോസ് കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതാണ് പുതിയ പദ്ധതി. 1,50,000 റിയാലാണ് പദ്ധതിയുടെ ആകെ ചെലവായി കണക്കാക്കുന്നത്. യന്ത്രവൽക്കരണത്തിലൂടെ കാർഷിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക, വിപണന ഉൽപാദന ശൃംഖലകളുടെ വികസനം, പനിനീരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിൽ കർഷകരെ പരിശീലിപ്പിക്കുക എന്നിവയാണ് മറ്റു ലക്ഷ്യങ്ങൾ. ജബൽ അക്തറിലെ നിരവധി കർഷകർക്ക് റോസ് ഉൽപ്പന്നങ്ങൾ പ്രധാന ഉപജീവന മാർഗമാണ്. കൂടാതെ ഈ പരമ്പരാഗത മേഖലയിൽ സുസ്ഥിരത ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും പദ്ധതിയിലൂടെ നടപ്പാക്കാൻ മന്ത്രാലയം ഉദ്ദേശിക്കുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിലെ അൽ റായ് മിൻതക്കയിലെ കാർഷിക പ്ലോട്ടിൽ തീപിടുത്തം. ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായതെന്ന് കുവൈത്ത് ഫയർഫോഴ്സ് അറിയിച്ചു. കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ തീയണച്ചു. വിവിധ സെന്ററുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഖത്തറിലെ പ്രാദേശിക ഈത്തപ്പഴ വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന സൂഖ് വാക്കിഫ് ഈത്തപ്പഴ ഫെസ്റ്റിവലിന് തുടക്കം. 100-ലേറെ ഫാമുകളാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. കനത്ത ചൂടിൽ പഴുത്തു പാകമായി തുടങ്ങിയ ഈത്തപ്പഴങ്ങൾ രുചിക്കാനും സ്വന്തമാക്കാനും ഇനി സൂക്ക് വാക്കിഫിലെത്താം. ഖത്തറിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രാദേശിക ഫാമുകളിൽ നിന്നായി വിളവെടുത്ത വ്യത്യസ്ത ഇനം ഈത്തപ്പഴങ്ങൾ ഇവിടെയുണ്ട്. അൽ ഖലാസ്, അൽ ഖിനൈസി, അൽ ഷിഷി, അൽ ബർഹി, സഹായ് തുടങ്ങി രുചിയിലും നിറത്തിലും ഗുണത്തിലുമെല്ലാം വൈവിധ്യങ്ങളേറെയുള്ള ഈത്തപ്പഴ ഇനങ്ങളാണ് ഫെസ്റ്റിവലിന്റെ പ്രത്യേകത. 115 ഫാമുകൾ പങ്കെടുക്കുന്നതായി സംഘാടകർ അറിയിച്ചു. 10 വർഷം മുമ്പ് 19 ഫാമുകളുടെ പങ്കാളിത്തത്തോടെയായിരുന്നു മേളയുടെ തുടക്കം. കഴിഞ്ഞ വർഷം 240 ടൺ ഈത്തപ്പഴം വിറ്റഴിച്ചു. ഇത്തവണ റെക്കോർഡ് ഭേദിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെയാണ് ഫെസ്റ്റിവലിലേക്ക് പ്രവേശനം. വെള്ളി, ശനി ദിവസങ്ങളിൽ രാത്രി 10 വരെ ഫെസ്റ്റിവൽ വേദി പ്രവർത്തിക്കും. ഈത്തപ്പഴം ഉപയോഗിച്ചുള്ള വിവിധ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ്. മീഡിയ 1 ദോഹ. ബഹ്റൈൻ പ്രതിഭാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ബാലസംഘം സംസ്ഥാന പരിശീലകൻ പ്രവീൺ രുക്മ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യവേദി കൺവീനർ ധന്യ വയനാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹ്റൈനിലെ എഴുത്തുകാർ പങ്കെടുത്ത സാഹിത്യ സംവാദവും നടന്നു. സൗദിയിലെ റിയാദ് വനിതാ KMCCയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ CH സെന്ററിന് ധനസഹായം നൽകി. 2.5 ലക്ഷം രൂപയാണ് കൈമാറിയത്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മുഹമ്മദ് ഷമീം, റഹ്മത്ത് അഷ്റഫ്, ജസീല മുസ തുടങ്ങിയവർ പങ്കാളികളായി. വരും കാലങ്ങളിൽ കൂടുതൽ തുക കൈമാറുമെന്നും അംഗങ്ങൾ അറിയിച്ചു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കുവൈത്ത് KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK അബ്ദുൾ റസാഖിന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫർവാനിയ KMCC ഓഫീസിൽ യാത്രയയപ്പ് നൽകി. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷ്ഹൂർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ബഷീർ ബാത്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ചടങ്ങിൽ സംസാരിച്ചു. ഹാരിസ് വള്ളിയോത്ത്, ഷാഹുൽ ബേപ്പൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഷാർജയിൽ പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ഗാർഹിക പീഡനങ്ങളുടെയും ആത്മഹത്യകളുടെയും പശ്ചാത്തലത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഗാർഹിക തർക്ക പരിഹാര സെഷൻ ആരംഭിക്കുന്നു. ഷാർജ കമ്മ്യൂണിറ്റി പോലീസ്, ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവയുടെ സഹകരണത്തോടെ എല്ലാ ശനിയാഴ്ചയുമായിരിക്കും സെഷൻ ഒരുക്കുക. ഷാർജയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഷാർജയിൽ അടുത്തിടെയുണ്ടായ സംഭവവികാസങ്ങളെ തുടർന്ന് ഷാർജയിൽ ഇനി എല്ലാ ആഴ്ചയും ഗാർഹിക തർക്ക പരിഹാര സെഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകുന്നതിനായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര ചേരുകയാണ്. ഇത് കമ്മ്യൂണിറ്റി പോലീസുമായി ചേർന്നിട്ടാണോ ഇത് ചെയ്യുന്നത്? ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും ഇത് ഉണ്ടാവുക? വളരെ ദാരുണമായ സംഭവങ്ങളാണ് ഷാർജയിൽ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഷാർജയിലെ കമ്മ്യൂണിറ്റി പ്രൊട്ടക്റ്റീവ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ഞങ്ങളെ സമീപിച്ചു.
അപ്പം നമ്മൾ സമീപിച്ച സമയത്ത് നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം അവർ പറഞ്ഞു, നമ്മളൊന്ന് കൈകോർത്ത് പിടിച്ചാൽ ഇങ്ങനെയുള്ള ദാരുണമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാ രാജ്യങ്ങളിലും ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്ന രണ്ട് ഗവൺമെൻറ്റും അംഗീകരിച്ച ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ അതിലിടപെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ അവരോടും അവർ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന നിലപാടാണ് അവരെടുത്തത്. അപ്പോൾ ഇന്നിവിടെ മേജർ നാസർ ബിൻ അഹമ്മദ്, ക്യാപ്റ്റൻ മിസ്സിസ് ഖാനിം എസ, അതോടൊപ്പം ഇൻസ്പെക്ടർ അവാദ് മുഹമ്മദ് എന്ന് പറയുന്ന 3 ഉദ്യോഗസ്ഥരാണ് ഇന്നിവിടെ അസോസിയേഷൻ ഹാളിലേക്ക് നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഒന്ന് ഇതിൻ്റെ അവർക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, അങ്ങനെ പല കേസുകളും അവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ അവർക്ക് നാട്ടിലുള്ള നമ്മൾ വ്യത്യസ്തരായ, ഇപ്പോൾ ഇന്ത്യ എന്ന വലിയ രാജ്യമാണല്ലോ, ആ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ വിവിധ തരത്തിലുള്ളതാണ്. അപ്പോൾ അതിനു സഹായം നിങ്ങൾ ചെയ്തു തരണം, ഭാഷാപരമായിട്ടും മറ്റുള്ള തരത്തിലും. അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള വ്യത്യസ്ത ആചാരങ്ങളൊക്കെ ഉണ്ട്, അത് സംബന്ധമായി അവർക്കൊന്നും വലിയ അറിവില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു സംവിധാനം, ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഞങ്ങളുടെ വർക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ സെഷൻ എന്ന് പറയുന്ന ഈ സാറ്റർഡേ സെഷൻ എന്ന് പറയുന്നത് ഇന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരാശയമാണ്. അത് അവർ കൂടി എല്ലാ ശനിയാഴ്ചയാണ് നടക്കുക. അടുത്ത് തന്നെ, ഇപ്പോൾ ഈ ശനിയാഴ്ചയല്ല, അടുത്ത് വരുന്ന ശനിയാഴ്ചകളിൽ നമ്മൾ തുടരും. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ തന്നെ നമ്മൾക്ക് ഇൻഹൗസ് കൗൺസിലേഴ്സ് ഉണ്ട്. നമുക്ക് ഷാർജ ഇന്ത്യൻ സ്കൂളിൽ 16,000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാകുമ്പോൾ നമുക്ക് വലിയൊരു കൗൺസിലിംഗ് ടീം നമ്മുടെ കൂടെ ഉണ്ട്. അതോടൊപ്പം പുറത്തുനിന്നുള്ള നമ്മുടെ മെമ്പേഴ്സിൻ്റെ പിന്നെ വിവിധ സംഘടനകളുടെയും ഒക്കെ കീഴിലുള്ള പ്രൊഫഷണൽസായ കൗൺസിലേഴ്സിനെ ടീമായി തിരിച്ചുകൊണ്ട് ഈ എവറി സാറ്റർഡേ ഒരു സെഷൻ ഇങ്ങനെയുള്ള വരുന്ന കോളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾക്ക് അവരോട് ചർച്ച ചെയ്യാനും അവരോട് പരിഹാര മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നുള്ളത്. അതിന് ഇവിടുത്തെ ഷാർജയിലെയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരുടെയും സഹായ സഹകരണം നമ്മൾക്ക് ആവശ്യമുണ്ട്. എന്തായാലും ഗാർഹിക പീഡനത്തിൻ്റെ ഇരകൾ ഒറ്റയ്ക്കല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. കൂട്ടായി തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഭാരവാഹികളൊക്കെ ഉള്ളത്. ഷാർജയിൽ നിന്നും യാസിർ അറഫാത്തിനൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1. സൗദിയിൽ ഹൈപ്പർ നെസ്റ്റോ ഒരുക്കുന്ന ഫുഡ് ഫണ്ട് ഫെസ്റ്റിന്റെ തുടക്കമായി. ഗ്രൂപ്പിന്റെ അസീസിയ, അൽ ഖർജ്, ഖോബാർ എന്നീ ബ്രാഞ്ചുകളിലാണ് ഫെസ്റ്റ് ഒരുക്കിയത്. ഈ മാസം 26 വരെയായിരിക്കും ആഘോഷങ്ങൾ തുടരുക. വിവിധ രാജ്യങ്ങളിലെ രുചിവൈവിധ്യങ്ങളും നിരവധി കലാപരിപാടികളും ഫെസ്റ്റിന്റെ ഭാഗമാകും. ഈ മാസം 23-നാണ് ഈ വർഷത്തെ ഫുഡ് ഫണ്ട് ഫെസ്റ്റിന് തുടക്കമായത്. ഈജിപ്ത് മെഗാനൈറ്റ്, പാകിസ്ഥാൻ മെഗാനൈറ്റ്, ഇന്ത്യൻ കൾച്ചറൽ ഇവന്റ്സ് തുടങ്ങി നിരവധി പരിപാടികളാണ് ഫെസ്റ്റിൽ. താനൂര ഡാൻസ്, ഈജിപ്ത് ട്രഡീഷണൽ ഡാൻസ്, അറബിക് സംഗീത നിശ തുടങ്ങിയവ ഈജിപ്ത് മെഗാനൈറ്റിൽ അരങ്ങേറി. ഗ്രൂപ്പിന്റെ അസീസിയ, അൽ ഖർജ്, അൽ ഖോബാർ എന്നീ ബ്രാഞ്ചുകളിലാണ് ഫെസ്റ്റ് ഒരുക്കിയത്. 23 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഫുഡ് ഫണ്ട് ഫെസ്റ്റ് ഇവന്റ്സ് 26 വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഈജിപ്ഷ്യൻ മെഗാനൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഈജിപ്ഷ്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വൈറ്റ് റബ്സിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള തനൂര ഡാൻസ്, അതേപോലെ ഈജിപ്ഷ്യൻ ട്രഡീഷണൽ ഡാൻസ് ആൻഡ് different type of performances we arranged. 26-ാം തീയതി പാകിസ്ഥാൻ മെഗാ നൈറ്റ് ഹാപ്പൻ ആവുന്നുണ്ട്. സെയിം ലൈക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞങ്ങളുടെ ഓരോ കമ്മ്യൂണിറ്റി കസ്റ്റമേഴ്സിനെയും എത്രത്തോളം നമുക്ക് അവരുടെ ഒരു സെലിബ്രേഷൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹൗ വി ക്യാൻ ഗിവ് സംതിങ് റിയലി ഹാപ്പി ബാക്ക് ടു ദം, അതാണ് ഞങ്ങൾ ആക്ച്വലി ഫുഡ് ഫണ്ട് ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ രുചിവൈവിധ്യങ്ങൾ നേരിട്ടറിയാനായി ഫുഡ് സ്റ്റോളുകളും ഒരുക്കിയിട്ടുണ്ട്. ഈജിപ്ത്, തായ്ലാന്റ്, ഇന്ത്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ രുചികൾ ഫെസ്റ്റിൽ നേരിട്ടറിയാം. ഫെസ്റ്റിന്റെ ഭാഗമായി കുടുംബ സന്ദർശകർക്കായി പ്രത്യേക ഗെയിമുകളും ഒരുക്കി. 29 വരെ നീണ്ടു നിൽക്കുന്ന സ്പെഷ്യൽ ഓഫറുകളും മുഴുവൻ ബ്രാഞ്ചുകളിലും ഒരുക്കിയിട്ടുണ്ട്. റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ഓഡിറ്റിംഗ് ഹെഡ് റഫീഖ്, ഓപ്പറേഷൻ മാനേജർ ഫഹദ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1, റിയാദ്. സുൽത്താനേറ്റിന്റെ ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകർന്ന ഒമാൻ കൈറ്റ് ഫെസ്റ്റിവലിന് തിരശ്ശീല വീണു. 10 ദിവസം നീണ്ടുനിന്ന മേളയിൽ വിവിധ വിഭാഗങ്ങളിലായി 90-ലധികം അത്ലറ്റുകളാണ് പങ്കെടുത്തത്. സുൽത്താനേറ്റിന്റെ ടൂറിസം മേഖലയ്ക്ക് പുതിയ ഊർജം സമ്മാനിച്ചാണ് ഈ വർഷത്തെ ഒമാൻ കൈറ്റ് ഫെസ്റ്റിവലിന് സൗത്ത് ഷർക്കിയ ഗവർഡിലെ സൂർ വിലായത്തിൽ തിരശ്ശീല വീണത്. ലോകമെമ്പാടുമുള്ള 90-ലധികം അത്ലറ്റുകൾ
10 ദിവസം നീണ്ടുന്ന മേളയിൽ വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരച്ചു. 4 ഘട്ടങ്ങളിലായി നടന്ന മൾട്ടി സ്റ്റേജ് ഡൗൺ വൈൻഡർ റേസിൽ ഐമാൻ അബ്ദുള്ള അൽ ഗഫ്രി കിരീടമണിഞ്ഞു. അൽ മുക്താർ അബ്ദുൽ കരീം അൽ മുജൈനി 2ാം സ്ഥാനവും ഈജിപ്ത് അത്ലറ്റ് അഹമ്മദ് മുഹമ്മദ് ജമാൽ 3ാം സ്ഥാനവും നേടി. സൂറിലെ വിലായത്തിൽ നടന്ന സ്ലാലോം റേസിൽ മാജിദ് അൽ ഗറൂസിക്കാണ് കിരീടം. സൗത്ത് ഷർക്കിയ ഗവർണർ ഷെയ്ഖ് ഡോക്ടർ യഹിയ ബദർ അൽ മവാലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സമാപന ചടങ്ങുകൾ. സാഹസിക ടൂറിസത്തെ പിന്തുണയ്ക്കുന്നതിനും ആഗോള കായിക ടൂറിസം ഭൂപടത്തിൽ ഒമാൻ സുൽത്താന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും കൈറ്റ് ഫെസ്റ്റിവൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്നും സംഘാടകർ അഭിപ്രായപ്പെട്ടു. ഒമാൻ ടൂറിസം ഡെവലപ്മെന്റ് കമ്പനി ഒമ്രാൻ ഗ്രൂപ്പാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. പാരിസ്ഥിതിക വൈവിധ്യം മുതൽ അനുകൂലമായ കാറ്റും കാലാവസ്ഥയും വരെയുള്ള രാജ്യത്തിന്റെ അനുയോജ്യമായ തീരദേശ സാഹചര്യങ്ങളും ഫെസ്റ്റിവലിനെ വേറിട്ടതാക്കി. മീഡിയ 1, മസ്കത്ത്. മക്കാവ് OICC ഉമ്മൻചാണ്ടി അനുസ്മരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിക്കുന്നു. ചാണ്ടി ഉമ്മൻ MLA മുഖ്യാതിഥിയാകും. ഓർമ്മയിൽ കുഞ്ഞൂഞ്ഞ് എന്ന തലക്കെട്ടിലാണ് പരിപാടി. ഓർമ്മയിൽ കുഞ്ഞുഞ്ഞ് എന്ന തലക്കെട്ടിലാണ് അനുസ്മരണവും പുരസ്കാര വിതരണവും. ചടങ്ങിൽ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഞായറാഴ്ച രാത്രി 7:30 നവാരയിലെ നജ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും പഠനത്തിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള എക്സലൻസ് അവാർഡും, അതുപോലെ തന്നെ ഇത്തവണ മുതൽ മക്കയിലെ 15ഓളം ഹോസ്പിറ്റലുകൾ ജോലി ചെയ്യുന്ന നഴ്സുമാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 50ഓളം നഴ്സുമാർക്കുള്ള ഒരു സേവാ പുരസ്കാരവും സമ്മാനിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തിൽ ഒരു പ്രമുഖ വ്യക്തിക്ക് ജനസേവാ പുരസ്കാരവുമാണ് സമ്മാനിക്കുന്നത്. ചടങ്ങിൽ മികച്ച സേവനം നടത്തിയ മലയാളി നഴ്സുമാരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഡോക്ടർ മുഹമ്മദ് ആലുങ്ങളിനെയും ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള വിവിധ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. OICC മക്ക ജനറൽ സെക്രട്ടറി സലീം കണ്ണനാക്കുഴി, റഹീഫ് കണ്ണൂർ, യാസർ പുളിക്കൽ, അബ്ദുൽ മനാഫ്, ഹബീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. മീഡിയ 1, മക്ക. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാന്തപുരത്തിന്റേതടക്കമുള്ളവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ. ഈ വിഷയത്തിൽ നിലവിൽ പൊതുചർച്ചകൾക്ക് താൻ തയ്യാറല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗദിയിലെ റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റേതടക്കമുള്ളവരുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും താൻ ഉദ്ദേശിക്കുന്നില്ല. നിലവിൽ ചർച്ചകൾക്ക് പരിമിതിയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ മോചനത്തിന് ശേഷം അറിയിക്കുമെന്നും കോൺഗ്രസ് നേതാവും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ അറിയിച്ചു. സൗദിയിലെ റിയാദിൽ OICC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റില്ല. ഇതിന്റെ പ്രശ്നം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഒത്തിരി പേര് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? നമ്മളിത് പബ്ലിക് ഡിസ്കഷൻ നടത്തും തോറും ഇതിന്റെ കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഞാനിനി പബ്ലിക് ഡിസ്കഷൻ ഇല്ല ഈ കാര്യത്തിൽ. റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ OICC സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. ദുബൈയിലെ ഷോപ്പിംഗ് മാളുകളെ മാരത്തൺ ട്രാക്കുകളാക്കി മാറ്റി 30 ദിവസം നീളുന്ന ദീർഘദൂര ഓട്ടം തുടങ്ങുന്നു. ദുബായ് മാളത്തൺ എന്ന പേരിലാണ് വേറിട്ട കായികമേള. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് ദുബായ് മാളത്തണിന്റെ പ്രഖ്യാപനം നടത്തിയത്. ഗൾഫിലെ കത്തുന്ന വേനൽക്കാലത്ത് ദുബൈയിലെ ലോകോത്തര മാളുകൾ വ്യായാമത്തിന് തണലൊരുക്കുകയാണ് ദുബായ് മാളത്തണിലൂടെ. ദുബായ് നഗരത്തിലെ 7 മാളുകൾ ഓഗസ്റ്റ് 1 മുതൽ 31 വരെ ദീർഘദൂര ഓട്ട മത്സരങ്ങൾക്കുള്ള ട്രാക്കുകളായി മാറും. ദുബായ് മാൾ, ദുബായ് ഹിൽസ് മാൾ, സ്പ്രിംഗ് സൂക്ക്, ദേര സിറ്റി സെന്റർ, മിർദിഫ് സിറ്റി സെന്റർ, മാൾ ഓഫ് ദി എമിറേറ്റ്സ്, ദുബായ് മറീന മാൾ എന്നിവയാണ് മാളത്തണിന് വേദിയാകുന്ന മാളുകൾ. എന്നും രാവിലെ 7 മുതൽ 10 വരെ മാളുകളിൽ വ്യായാമം ചെയ്യാം. 10 കിലോമീറ്റർ ഓട്ടം, 5 കിലോമീറ്റർ ഓട്ടം, 2.5 കിലോമീറ്റർ ഓട്ടം, വേഗത്തിലുള്ള നടത്തം എന്നിവയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. www.dubaimarathon.ae എന്ന വെബ്സൈറ്റിലാണ് ഇതിനായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ സൗജന്യമായിരിക്കും. മീഡിയ 1, ദുബായ്. മീഡിയ 1ന്റെ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമായ വൺ സ്റ്റോറിക്ക് തുടക്കമായി. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ വ്യവസായ പ്രമുഖൻ MA യൂസഫ് അലി വൺ സ്റ്റോറിയുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഗൾഫിലെ വിവിധ തുറകളിൽ മികവ് തെളിയിച്ചവരുടെ വേറിട്ട കഥകളുമായാണ് വൺ സ്റ്റോറി ശ്രോതാക്കളിലേക്ക് എത്തുക.
അന്ന് പണി കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ വിയർത്ത് ഉപ്പ് പറ്റിയിട്ടുണ്ടാവും ആ കുപ്പായത്തിൽ. വേറിട്ട വ്യക്തിത്വങ്ങളുടെ ജീവിതവും നിലപാടുകളും അടയാളപ്പെടുത്തുന്നതാകും വൺ സ്റ്റോറി. മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് മേധാവി MCA നാസറാണ് വൺ സ്റ്റോറിയുടെ അവതാരകൻ. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വൺ സ്റ്റോറിയുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. മീഡിയ വണ്ണിന്റെ പുതിയ ഉദ്യമത്തിന് അദ്ദേഹം ആശംസകൾ നേർന്നു. മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ജനറൽ മാനേജർ സവ്വാബ് അലി, മീഡിയ സൊല്യൂഷൻസ് റീജിയണൽ ഹെഡ് ഷഫ്ന സനസ് എന്നിവർ സംബന്ധിച്ചു. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും വൺ സ്റ്റോറി ഈ മാസാവസാനം മുതൽ ലഭ്യമാകും. മീഡിയ വൺ, അബുദാബി. PS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗത്തിലെ ഒമാനിലെ സാമൂഹിക, കലാ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെ നിരവധി പേർ പങ്കെടുത്തു. KM ഷക്കീൽ, സന്തോഷ് കുമാർ, KK സുനിൽകുമാർ, താജുദ്ദീൻ, നൌഷാദ് കക്കേരി, നിതീഷ് കുമാർ, സെയ്ദ് സാക്കിബ് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജിദ്ദ പൌരാവലി VS അച്യുതാനന്ദൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങൾ നയിച്ച നേതാവായിരുന്നു VS എന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ വിവിധ സാമൂഹിക, സാംസ്കാരിക ജില്ലാ പ്രതിനിധികൾ പങ്കെടുത്തു. പൌരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി അധ്യക്ഷത വഹിച്ചു. മൻസൂർ വയനാട്, വേണു അന്തിക്കാട്, അബ്ദുൽ ഖാദർ ആലുവ എന്നിവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ സംസ്കൃതി ഖത്തർ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ നേതാവാണ് VS എന്ന് യോഗം അനുസ്മരിച്ചു. ഖത്തറിലെ ICC അശോക ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. കൊടിയ യാതനകളുടെയും സഹനത്തിന്റെയും ചരിത്രം കൂടിയാണ് ഒരു നൂറ്റാണ്ടിലധികം നീണ്ട VSന്റെ ജീവിതം. ആധുനിക കേരള ചരിത്രത്തിന് സമാനതകളില്ലാത്ത സംഭാവനകൾ നൂറ്റാണ്ടിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം നൽകിയതായും യോഗം അനുസ്മരിച്ചു. സംസ്കൃതി പ്രസിഡന്റ് സാബിത് സഹീർ അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് AP മണികണ്ഠൻ, സംസ്കൃതി ജനറൽ സെക്രട്ടറി ഷംസീർ അരിക്കുളം, കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ EM സുധീർ, ICBF ജനറൽ സെക്രട്ടറി ദീപക് ഷെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ VSന്റെ ജീവിത ചരിത്രം വിശദീകരിക്കുന്ന ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. മീഡിയ വൺ, ദോഹ. നവോദയ സൗദി ഹവർബാത്തിൻ ഘടകം VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചനം സംഘടിപ്പിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. നേതാക്കളും പ്രവർത്തകരും VSന്റെ ഓർമ്മചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാനത്തെ ഐതിഹാസികമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവിനെയും മികച്ച ഭരണാധികാരിയുമാണ് VSന്റെ വിയോഗത്തിലൂടെ നഷ്ടപ്പെട്ടതെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു. ലിബിലാൽ, അനൂപ്, ഇക്ബാൽ, ജോബി എന്നിവർ സംസാരിച്ചു. വിജേഷ്, അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി. കലാകുവൈത്ത് മാതൃഭാഷാ സമിതിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ 4 മേഖലകളിൽ നടത്തുന്ന ക്ലാസുകളിലെ അധ്യാപകരെ പങ്കെടുപ്പിച്ച് അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു. അബ്ബാസിയ കലാ സെന്ററിൽ നടന്ന പരിപാടി പ്രവീൺ PV ഉദ്ഘാടനം ചെയ്തു. ക്ലാസുകളെക്കുറിച്ച് വിനോദ് K. ജോൺ വിശദീകരിച്ചു. മലയാളം മിഷൻ അംഗം അനിൽകുമാർ അധ്യാപകർക്കായി പരിശീലനം നൽകി. 1990-ൽ ആരംഭിച്ച സൗജന്യ മാതൃഭാഷാ പഠന പദ്ധതിയുടെ ഭാഗമായാണ് ഈ വർഷത്തെ ക്ലാസുകൾ. ഇതുവരെ 10,000-ഓളം കുട്ടികളാണ് മലയാളം പഠനം പദ്ധതിയിലൂടെ പൂർത്തീകരിച്ചത്. നിയോ ജിദ്ദ സംഘടിപ്പിച്ച വടംവലി ടൂർണമെന്റ് സമാപിച്ചു. 12 ടീമുകൾ അണിനിരന്ന മത്സരത്തിൽ സ്റ്റാർ അലൈൻ UAE ജേതാക്കളായി. കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ മത്സരം കാണാനെത്തിയിരുന്നു. വർണ്ണാഭമായ കലാവിഷ്കാരങ്ങളോടെയായിരുന്നു മത്സരങ്ങൾക്ക് തുടക്കമായത്. GCCയിലെയും സൗദിയിലെയും 12 ടീമുകൾ അണിനിരുന്നതായിരുന്നു വടംവലി മത്സരം. വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ സ്റ്റാർ അൽഐൻ UAE കിരീടം നേടി. ഓർമ്മ കൽപ്പകഞ്ചേരി ഖത്തർ ടീമിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. കനിവ്, റിയാദ്, A ടീം, റെഡ് അറേബ്യ, ജിദ്ദ 3ഉം 4ഉം സ്ഥാനങ്ങൾ നേടി. പ്രമുഖർ അണിനിരുന്ന സാംസ്കാരിക സമ്മേളനവും മത്സരങ്ങളുടെ ഭാഗമായിരുന്നു. നിയോ ചെയർമാൻ നജീബ് കളപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. സുബൈർ വട്ടോളി, അബൂബക്കർ അരിമ്പ്ര, VP മുസ്തഫ, PCA റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സാബിത് സലീം, മീഡിയ വൺ, ജിദ്ദ. ബഹ്റൈൻ OICC എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ
കലാവിഭാഗമായ കലാവേദിയുടെ നേതൃത്വത്തിൽ കാവ്യസംഗമം എന്ന പേരിൽ കവികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹ്റൈനിലെ കവികളും സാംസ്കാരിക പ്രവർത്തകരും കവിതകൾ അവതരിപ്പിച്ചു. കൺവീനർ രഞ്ജൻ ജോസഫ് പരിപാടി നിയന്ത്രിച്ചു. സൗഹൃദം കുവൈറ്റ് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചെങ്ങന്നൂർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. അജ്മൽ വേങ്ങര, സുരേഷ്, മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തിന്റെ ഫ്ലെയർ പ്രകാശനം CM അഷ്റഫ് നിർവഹിച്ചു. ഷിബിച്ചൻ, വിനു വിനോദ്, ബിജു പേഴുമൂട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈത്ത് സംഘടിപ്പിക്കുന്ന ഓണാഘോഷം പൊന്നോണപ്പുലരി 2025 ഒക്ടോബർ 3 മംഗാഫ് അൽ നജാത്ത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പരിപാടിയുടെ ഫ്ലെയർ പ്രശസ്ത ഇൻഫെർട്ടിലിറ്റി വിദഗ്ധ ഡോക്ടർ സരിത പ്രകാശനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഡിജിൻ ബേബി അധ്യക്ഷനായിരുന്നു. മൻസൂർ ഹസൻ, അനൂപ് സോമൻ, സോണൽ ബിനു, സുമേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചലച്ചിത്ര താരം ബിനു അടിമാലിയുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും മറ്റ് മേളകളും സംഘടിപ്പിക്കും. ജിത്തു തോമസ്, സുബിൻ ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈനിൽ വോയിസ് ഓഫ് ആലപ്പിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഉമ്മൽ ഹസം സിത്ര ഏരിയ കമ്മിറ്റി ടുബ്ലിയിലെ ലയാലി വിലയിൽ നടന്ന പരിപാടിയിൽ 100ഓളം പേർ പങ്കെടുത്തു. വിവിധ വിനോദ പരിപാടികളും നടന്നു. പ്രസിഡന്റ് അനിയൻ താണു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ശരത് ശശി, അനൂപ് ശശികുമാർ, ജോഷി നടുവേലിൽ, രശ്മി അനൂപ് എന്നിവർ സംസാരിച്ചു. ബഹ്റൈനിലെ സാംസ്കാരിക സംഘടനയായ പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അനീഷ് ആലപ്പുഴ പ്രസിഡന്റായും അജ്മൽ ഇസ്മായിൽ സെക്രട്ടറിയായും വിപിൻ കുമാർ ട്രഷററായുള്ള ഭരണസമിതിയാണ് നിലവിൽ വന്നത്. ബഹ്റൈനിൽ മൂല്യവർദ്ധിത നികുതി വാറ്റ് സംബന്ധിച്ച നിയമലംഘനങ്ങൾ കണ്ടെത്താൻ അധികൃതർ പരിശോധനകൾ തുടരുന്നു. നികുതി വെട്ടിപ്പ് തടയുന്നതിനുള്ള പരിശോധനകൾ ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂവിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ആദ്യ പകുതിയിൽ രാജ്യത്തുടനീളം നടത്തിയ പരിശോധനകളിലാണ് മൂല്യവർദ്ധിത നികുതി സംബന്ധിച്ച നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. 724 പരിശോധനകൾ നടത്തുകയും 71 നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. നിയമലംഘകർക്കെതിരെ പിഴ ചുമത്തിയതായി അധികൃതർ അറിയിച്ചു. രാജ്യത്ത് മൂല്യവർദ്ധിത നികുതി സംബന്ധിച്ച നിബന്ധനകൾ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് പരിശോധനകളുടെ ലക്ഷ്യം. വാറ്റ് ഇൻവോയ്സുകൾ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കാതിരിക്കൽ, വിലകളിൽ വാറ്റ് രേഖപ്പെടുത്താതിരിക്കൽ, വ്യാജ ഡിജിറ്റൽ സ്റ്റാമ്പുകൾ ഉപയോഗിക്കൽ, വാറ്റ് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കാതിരിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വെട്ടിപ്പ് തെളിഞ്ഞാൽ 5 വർഷം വരെ തടവും വാറ്റ് തുകയുടെ 3 ഇരട്ടി വരെ പിഴയും ശിക്ഷ ലഭിക്കും. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും വ്യാപാരികളും പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. മൂല്യവർദ്ധിത നികുതി സംബന്ധിച്ച നിയമങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂവിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയതായും അധികൃതർ വ്യക്തമാക്കി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. പത്തനംതിട്ട സ്വദേശിയെ ബഹ്റൈനിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവല്ല സ്വദേശി വിനയകൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 5 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുകയായിരുന്നു. വിനയകൃഷ്ണൻ ഇതുവരെ അവധിക്കായി നാട്ടിൽ പോയിട്ടില്ല എന്നാണ് വിവരം. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ UAEയിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ അനുശോചിച്ചു. അനുസ്മരണ യോഗത്തിൽ വനിതാ വിനോദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മാധ്യമപ്രവർത്തകരായ MC നാസർ, T ജമാലുദ്ദീൻ, ഭാസ്കർ രാജ്, ജലീൽ പട്ടാമ്പി, ഷിനോജ് ഷംസുദ്ദീൻ, സഹൽ, പ്രമദ് ബി കുട്ടി, സാലി കോട്ടപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. റോയ് റാഫേൽ സ്വാഗതവും യാസിർ അറാഫാത്ത് നന്ദിയും പറഞ്ഞു. ദുബൈയിൽ നിന്ന് ഷാർജയിലേക്ക് പുതിയ ബസ് സർവീസ് പ്രഖ്യാപിച്ചു. E308 എന്ന നമ്പറിലാണ് പുതിയ സർവീസ്. രാവിലെ 5 മുതൽ രാത്രി 11:30 വരെ ഈ റൂട്ടിൽ ബസ് ഉണ്ടാകും. ദുബൈയിലെ സ്റ്റേഡിയം ബസ് സ്റ്റേഷനിൽ നിന്ന് ഷാർജയിലെ അൽ ജുബൈൽ ബസ് സ്റ്റേഷനിലേക്കാണ് സർവീസ്. 12 ദിർഹമാണ് വൺ വേ നിരക്ക്.